കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച തിരുവനന്തപുരത്തെ കടലോരത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ കോട്ടയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇതാണ് ചരിത്രമുറങ്ങുന്ന അഞ്ചുതെങ്ങ് കോട്ട. 1695 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട കോട്ടയാണിത്. വെറുമൊരു 5 തെങ്ങുകൾ മാത്രമുണ്ടായിരുന്ന ഈ ഒരു സ്ഥലമാണ് പിൽക്കാലത്ത് വിദേശ അധിനിവേശത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭങ്ങളിൽ ഒന്നായ ആറ്റിങ്ങൽ കലാപത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണിത്. ചരിത്രപ്രേമികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. പണ്ട് വെറും 5 തെങ്ങുകൾ മാത്രമുണ്ടായിരുന്ന ഒരു തുരുത്തായിരുന്നു ഇവിടം. അങ്ങനെയാണ് ഇതിന് അഞ്ചുതെങ്ങ് എന്ന പേര് വന്നത്. ഈ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രവും തന്ത്രപ്രാധാന്യവുമായ പ്രത്യേകതകൾ മനസ്സിലാക്കിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1650-കളിൽ ഇവിടെ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടു കൂടിയായിരുന്നു ഇത്. പിന്നീട് 1965-കളിലാണ് അവർ ഈ കാണുന്ന രീതിയിൽ വലിയൊരു കോട്ടയായി ഇതിനെ പുനർനിർമ്മിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പ്രധാന കോട്ടകളിൽ ഒന്നാണിത്. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ കോട്ടയായി തോന്നാം. എന്നാൽ ഇന്ത്യയുടെ സ്വതന്ത്ര സമര ചരിത്രത്തിൽ ഈ കോട്ടയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കും ആക്രമണങ്ങൾക്കുമെതിരെ 1721-ൽ ഇവിടെ വെച്ചാണ് വിഖ്യാതമായ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കോട്ട സന്ദർശിക്കാൻ വരുന്നവർക്ക് ഒരു ചെറിയ ടിക്കറ്റ് എടുത്ത് അടുത്ത് തന്നെയുള്ള ലൈറ്റ് ഹൗസും സന്ദർശിക്കാവുന്നതാണ്. ഇതാണ് അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസ്. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഇന്നുവരെ അറബിക്കടലിലെ തിരമാലകൾക്ക് കാവൽ നിൽക്കുന്ന ഒരിടം. 150ഓളം ചെറിയ ചെറിയ പടികൾ കയറിയിട്ട് വേണം നമ്മൾക്ക് ഇതിൻ്റെ മുകളിലെത്താൻ. ചരിത്രവും കടൽക്കാറ്റും ഒരുമിക്കുന്ന ഒരിടം. അഞ്ചുതെങ്ങ് കോട്ടയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ ലൈറ്റ് ഹൗസിൽ നിന്ന് കിട്ടുന്ന കാഴ്ച അത് വേറെ തന്നെയാണ്. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാൻ ലൈക്കും ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.